me out with your smile. Now the sunshine brings the light. Fill me out with a flame. I will let you in this game. Take me out when I'm down. 'Cause with you I'm safe and sound. 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 Safe and
Okay. Hi guys, welcome to stream. അപ്പോൾ നമ്മൾ തിരികെ ഇന്നത്തെ മാച്ചുമായിട്ട് വാർഗോഡ് വാർഫെയർ ലൈറ്റിലേക്ക് ഹാവക്കിന്റെ സ്ലോട്ട് നമ്പർ 4 ആണ്. എക്സലൻസി ടീം സ്ലോട്ട് നമ്പർ 5 ഇരിക്കുന്നു. മോഡെക്സ് മെമ്പർ സ്ലോട്ട് നമ്പർ 6, IB ടീം സ്ലോട്ട് നമ്പർ 7 ഇരിക്കുന്നു. അതേമാതിരി ഇൻടാക്ട് മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 8 നിൽപ്പുണ്ട്. നമ്മുടെ മൈറ്റി ടീം നമ്പർ 10 ഇരിപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 11 ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ്. എക്സ്കൽസ് അവിടെ സ്ലോട്ട് നമ്പർ 12 BIA മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 13. SQW ടീം അവിടെ സ്ലോട്ട് നമ്പർ 14 നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലെവലിലെ മെമ്പർ സ്ലോട്ട് നമ്പർ 5 നിൽപ്പുണ്ട്. അതേപോലെ ടീം SBA അവിടെ സ്ലോട്ട് നമ്പർ 16 നിൽക്കുന്നു. NOT ടീം അവിടെ സ്ലോട്ട് നമ്പർ 17, കേരള ടീം സ്ലോട്ട് നമ്പർ 18, A ടീം സ്ലോട്ട് നമ്പർ 19, ആഷസ് ടീം സ്ലോട്ട് നമ്പർ 20, ബ്ലൈൻഡ് ടീം 21, LMX 22, വാർഗോഡ് 23, LX ടീം 24 ആൻഡ് വാർഗോഡിലെ മറ്റൊരു മെമ്പേഴ്സ് അവിടെ 25 നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. #വാർഗോഡ് ടീം എത്തിയിട്ടുണ്ട്. അവിടെ ഹോട്ട് സ്പ്രിങ്ങിനൊക്കെ മുകളിലൂടെ ഡൈനോപാറ്റിന് വിഹാർ ഏരിയയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഐ ഗസ് ട്രിവാൻഡോ കോസ്മോഡ്രോം ഒക്കെ പോകുന്ന ടീമുകൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ടീം എസ് ബി അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IB ടീമിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. ലെവൽ എക്സ് മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. SQW അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. വില്ല ഏരിയ ലക്ഷ്യമൊക്കെയുള്ള പോക്കാന്നോ അതോ ടൊവാർ റീജിയനിലോട്ട് പോകാമെന്ന് നോക്കട്ടെ. വാർഗോഡ് ഡ്രാഗ്നാറൊക്കെ അവിടെ ചാടിയിട്ടുണ്ട്. നേരത്തെ G10 ഉണ്ടായിരുന്ന വാർഗോഡ് ഡ്രാഗ്നാറൊക്കെ അവിടെ ചാടിയിട്ടുണ്ട്. BSWK മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് LX ആനന്ദ് എല്ലാം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് ആൻഡ് അതോടൊപ്പം തന്നെ ടീം നമ്പർ 25 എല്ലാം അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സും മൾട്ടിപ്പിൾ ഏരിയയിലേക്ക് പോകുന്ന സ്ഥിതിക്ക് നമ്മുടെ ഗറോക്ക ഏരിയയിൽ അല്പം ക്രൗഡ് കാണാൻ സാധ്യതയുണ്ട്. അതേമാതിരി വില്ല ഏരിയയിലോട്ട് കുറച്ച് പേര് പോകുന്നുണ്ട്. നമ്മുടെ ടീം വാർഗോഡ് C10 ഒക്കെ ടീം നമ്പർ 20യുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. BSWK മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നത്. BSWK മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട്. ഓക്കെ, ഇനി അവരെല്ലാം അവരുടെ ജമ്പ് ലൊക്കേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്. കേരള ടീം അവിടെ ക്രിച്ചാസ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സോൺ ഫോം അയക്കുന്ന എക്സ്ട്രീം സൗത്തിൽ തന്നെയാണ് സോൺ പോയേക്കുന്നത്. ആർക്കും തന്നെ വലിയധികം ദൂരം പോകേണ്ടതായിട്ടില്ല. അപ്പോൾ സോൺ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോം ആകുമ്പോൾ ടീം നമ്പർ 19ൻ്റെ അടുത്തേക്ക് ടീമിൻ്റെ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ടീം നമ്പർ 5നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 5 തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ടീം നമ്പർ 19നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 6നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിഗ്നേഷനിലെ മെമ്പേഴ്സിനെ കാണാനുണ്ട്. എക്സലൻസി മെമ്പേഴ്സ് പതുക്കെ മാറി എക്സ്കൾ ആൻഡ് ബ്ലൈൻഡ് തമ്മിലുള്ള ഫൈറ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാം. എക്സ്കൾ ടീംസുമായിട്ടുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്കളിലെ മെമ്പേഴ്സ് അവിടെ ബ്ലൈൻഡിലെ മെമ്പേഴ്സിൽ ഒരു മെമ്പറിനെ അവിടെ ബ്ലൈൻഡ് DMCനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വില്ലാസിലാണ് ഫസ്റ്റ് ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിരുന്നത്. എക്സ്കൾ 360 എല്ലാം അവിടെ നിൽക്കുന്നതുള്ള എക്സ്കൾ ആഷിക്ക് എല്ലാം അവിടെ ഓടി നടക്കുന്നു. ബ്ലൈൻഡിലെ മെമ്പേഴ്സിൽ ബ്ലൈൻഡ് DMCനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് കൗബോയ് അവിടെ വണ്ടി എടുത്ത് മാറിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ 360P ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ബ്ലൈൻഡ് 360P ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനക്കൊന്നും കൊടുക്കാതെ നിൽക്കുകയാണ് ബ്ലൈൻഡിലെ 360P. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അൻവിൻ ഷാജി എത്തിയിട്ടുണ്ട് നമ്മുടെ ചാറ്റിൽ. അപ്പോൾ അൻവിൻ ഷാജിനെ വെൽക്കം ചെയ്യാം. ടോക്സിക് നേഷൻ എന്ന് പറയുന്നുണ്ട്. ടോക്സിക് ആയിട്ട് സ്പാം ചെയ്യല്ലേ അൻവിനെ, നമ്മുടെ നൈറ്റ് ബോട്ട് ഉണ്ട്, പണി തരും. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബ്ലൈൻഡ് 360P പതുക്കെ അവിടെ നിന്ന് മാറേണ്ടതുണ്ട്. വാർഗോഡിലെ ഡാർവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡിലെ ഡാർവിൻ അവിടെ ഡൗൺ ആയി. ഡ്രാഗ്നർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 2 മെമ്പേഴ്സിനെയാണ് അവിടെ ഡൗൺ ചെയ്തിരിക്കുന്നത്. 2 മെമ്പേഴ്സിൻ്റെ കില്ല് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൺഫേം ചെയ്യുന്നത് തോന്നുന്നു. ആഷസിലെ മെമ്പേഴ്സ് ആയിരുന്നു തോന്നുന്നു.
ആഷസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കോളനി അവിടെ കയറുന്നുണ്ട്. കോളനി അവിടെ പാബ്ലോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേമാതിരി വൂൾഫ് ആഷസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. വൂൾഫ് ആഷസ് കോളനിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാമേജ് ഒന്നും കൊടുക്കുക. വൂൾഫ് ആഷസ് കോളനിയെ കൂടെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷസാം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. വാർഗോഡ്, ഡ്രാഗനർ ആൻഡ് ഡാർവിനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഷസാം ഒക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ പതുക്കെ റാഗ്നർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. റാഗ്നർ അവിടെ റിവൈവലിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഡാർവിനൊക്കെ അവിടെ ഓടിച്ചെല്ലുകയാണ്. ഡാർവിനാണോ ദൈവമാണോ? ദൈവമാണെന്ന് തോന്നുന്നു. ഓക്കെ, ദൈവം ആഷസ് അവിടെ എത്തിയിട്ടുണ്ട്. ദൈവം ആഷസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വാർഗോഡിലെ ബാക്കി മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് കോണിൽ കൂടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. വാർഗോഡ്, റാഗ്നർ ആൻഡ് ബാക്കി മെമ്പേഴ്സിനെ നോക്കട്ടെ. വാർഗോഡ്, ഷസാം വേറൊരു ഏരിയയിലേക്ക് മാറിയിട്ടുണ്ട്. ആഷസിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് നിന്ന് ലൂട്ട് കിട്ടുകൊണ്ടിരിക്കുന്നു. മേളിൽ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർഗോഡിലെ റാഗ്നർ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവത്തിനെ സ്പോട്ട് ചെയ്ത് ഫയർ ചെയ്ത് ഫിനിഷ് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം BSWക്ക് പാബ്ലോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ എക്സ്റിക്കിൻ്റെ അടുത്തേക്ക് അവിടെ റാഗ്നറിൻ്റെ അടുത്തേക്ക് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ദൈവത്തിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അപ്പോൾ വാർഗോഡിലെ ബാക്കി റാഗ്നറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. റാഗ്നറിൻ്റെ അടുത്തേക്ക് കയറി റാഗ്നർ ഇപ്പോഴും അകത്ത് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. വൂൾഫി ആഷസിൻ്റെ അവിടെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എവറിക്സ് അവിടെ കയറി വന്നിട്ട് ഫയർ കൊടുക്കുന്നുണ്ട്. ആഷസിലെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തു. അപ്പം റാഗ്നറിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എവറിക്സിൻ്റെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എവറിക്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ദൈവം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ടോക്സിഗ്നേഷൻ റെയ്ഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാർഗോഡ് നീമോ. അപ്പം ബ്ലൈൻഡിലെ ഡൂഡി അവിടെ ബ്ലൈൻഡിലെ ഒരു മെമ്പർ ഒന്നുമായിട്ട് ഫൈറ്റ്. അയ്യോ, എന്ത് പറ്റി? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ ഇന്ന്. ഓക്കെ, ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ മോഡക്സുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. ബ്ലൈൻഡിലെ കൗബോയ് മോഡക്സിലെ കൊമ്പനെയൊക്കെ ഇടിച്ചൊക്കെ കൊല്ലുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. 360 ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ. 360 മെമ്പേഴ്സ് എപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഡൂഡിയൊക്കെ അവിടെ ഓടി നടക്കാണ്. കൗബോയ് അവിടെ ഓൾറെഡി ഒരു മെമ്പറിനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഹീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈപ്പർ സർ പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട് അൻവിത് ഷാജി. ഓക്കെ, കാണിച്ച് താ സർ എൻ്റെ പിള്ളേരെ. സ്ലോട്ട് നമ്പർ 11. ഓക്കെ, സ്ലോട്ട് നമ്പർ 11 പിള്ളേരെ കാണിക്കാം. തീർച്ചയായിട്ടും കാണിക്കാം. നമുക്ക് സ്ലോട്ട് നമ്പർ 11 അടുത്തേക്ക് പോവാം. ഗറോക്ക ഏരിയയിലാണ് സ്ലോട്ട് നമ്പർ 11 പിള്ളേരിക്കുന്നത്. സെലോട്ട്, വിസാർഡ്, റാത്ത് ആൻഡ് ഇൻസെയിൻ അവിടെ നിൽപ്പുണ്ട്. അവർക്ക് വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊന്നുമില്ല. അവർ ഒക്കെ ലൂട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അവിടെ LMX, എഡ്ഗർ വൈറ്റി, NOT സ്റ്റാഫ് അവിടെ അപ്പോൾ ഇനി അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ള ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്ത് തന്നെയാണ്. എക്സ്കൾ ഫ്രീക്ക് അവിടെയൊക്കെ അവിടെ ഫയറിങ് കൊടുക്കുന്നുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് എടുക്കുന്നുണ്ട്. എയിലെ മെമ്പേഴ്സുമായിട്ട് ഖസീക്കൊക്കെ അവിടെ പോകുന്നത്. 7 Pro ആഷിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഷിക്കിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യും. എക്സ്കളിൽ ഫ്രീക്ക് അവിടെ ഡൗൺ ആണ്. ഫ്രീക്കിനെ അവിടെ കില്ല് ചെയ്യുക തന്നെ ചെയ്യും. എക്സ്കൾസിലെ സൽമാനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സൽമാനൊക്കെ അവിടെ ഓപ്പണിൽ പെട്ടുപോയായിരുന്നു. അപ്പോൾ ഓപ്പണിൽ പെട്ട സൽമാൻ അവിടെ ഫിനിഷ് 7 Proനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിൽ സൽമാനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഖസീക്കിനെ അവിടെ എക്സ്കൾസ് APK ക്രേസിയുടെ മനോഹരമായ സ്പ്രേ ക്രേസിയുടെ മനോഹരമായ സ്പ്രേയിലൂടെ സൂര്യ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൂര്യ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സിന് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ സൽമാൻ ബിലീഡ് ഔട്ട് ആവുക തന്നെ ചെയ്യും. എക്സ്കൾസ് മെമ്പേഴ്സ് അവിടെ ഇപ്പം നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്കൾസ് മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ AP ക്രേസി അവിടെ കട്ടയ്ക്ക് ക്രേസി ആയിട്ട് തന്നെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ടീം നമ്പർ 14 SQW ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. SQW ടീം മെമ്പേഴ്സ് പതുക്കെ അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SQWയിലെ മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. മാഗ്മ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇല്ല, അവരൊക്കെ അത്യാവശ്യം ദൂരത്തിലാണ്. അപ്പോൾ ജൻ വൈറ്റി വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ബാക്കി ഇനി ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ള ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. ബ്ലൈൻഡിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് വേറെ ടീം മെമ്പേഴ്സ് ഉണ്ട്. ടീം മൈറ്റി ടീമാണെന്ന് തോന്നുന്നു. മൈറ്റി ടീമിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കാണുന്നുണ്ട്. തൊട്ടടുത്ത് മൈറ്റി സ്പൈറയൊക്കെ അവിടെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചാണ്. ബിൻ റോക്സ്, അതേമാതിരി തന്നെ മൈറ്റി ഫ്ലൂർ, മൈറ്റി റൗഡി എല്ലാം അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. ഇപ്പോൾ കൗബോയ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ഡൂഡി അവിടെ നിൽക്കുന്നു. 360 വില്ലാസിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നേ ഉള്ളൂ. 360 100 എക്സ്കൾ ഫ്രീക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഫൈറ്റുകൾ നടക്കാൻ ചാൻസ് ഉള്ള വാർഗോഡ് ടീമിൻ്റെ അടുത്ത് LMX ടീമുണ്ട്. LMXുമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കാനുണ്ട്. NOTയിലെ മെമ്പേഴ്സുമായിട്ട് ഓൾറെഡി ഫൈറ്റ് എടുത്ത് കഴിഞ്ഞ് NOT കിക്കിൻ്റെ അടുത്തേക്ക് വാർഗോഡ് മെർമൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. LMXിലെ സൈക്കോ ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. NOT മെമ്പേഴ്സ് അതിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ വാർഗോഡിലെ മെയിൻ ടീം എത്തിക്കൊണ്ടിരിക്കുന്നു. വാർഗോഡ് കില്ലർ, ലാവൻഡർ ആൻഡ് സാംസൺ മെർമൻ്റെ ടീം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം LMX ടീമിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. NOT കിക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഓടി നടക്കുന്നുണ്ട്. വാർഗോഡ് ലെവൻഡറിൻ്റെ ഒക്കെ അടുത്തായിട്ട് NOTയിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്ത നിമിഷമാണെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് എനിക്ക്
LX മെമ്പേഴ്സ് മാത്രം ഏരിയയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ഏരിയയിൽ. അപ്പോൾ സോൺ പതുക്കെ സ്ട്രിങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. മേളിൽ നിന്നുള്ള സോൺ വന്നിട്ട് എക്സലൻസി ടീമിന് അവിടെ സോണിനുള്ളിലേക്ക് കയറണം. മൗണ്ട് ക്രിസ്നിയാക്ക് ഏരിയയിലും കോൾ മൈനിലുമായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുകയാണ് എക്സലൻസിലെ മെമ്പേഴ്സ്. ഹാവക് ടീമിനെ നോക്കാം. ഹാവക് ടീം അവിടെ വേറൊരു ഏരിയയിൽ നിൽക്കുകയാണ്. ഹാവക്, കേരള ഗോഡ്, കേരള ആക്സ്, കേരള കിങ്, അതേമാതിരി XLR8 ഹാവക് ടീമിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീം എ സൂര്യ വണ്ടിയിൽ നിന്ന് വീണ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. മൈറ്റി ആൻഡ് ബ്ലൈൻഡ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ബ്ലൈൻഡിലെ കൗബോയ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കൗബോയുടെ കില്ല് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് മൈറ്റി റൗഡിയുടെ മനോഹരമായ സ്പ്രേ എന്തായാലും കൗബോയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തു. അതോടൊപ്പം തന്നെ മൈറ്റിയിലെ മെമ്പേഴ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. ബ്ലൈൻഡ് ഡൂഡിനെ കാണുന്നില്ല. ബ്ലൈൻഡ് ഡൂഡി ഒപ്പം വന്നിട്ടുണ്ട് സ്ക്രീനിലേക്ക്. ബ്ലൈൻഡ് ഡൂഡിനെ കൂടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈൻഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതല്ല. 360 ഇപ്പോഴും അവിടെ വീടിൻ്റെ വണ്ടയ്ക്കൊന്നും താഴെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, 360 ഇറങ്ങിയിട്ടുണ്ട്. 360 അവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്കൾസിലെ മെമ്പേഴ്സിനെ പറ്റിച്ചിട്ട് 360 അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ 360 പതുക്കെ നമ്മുടെ ടീം നമ്പർ 10ൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോണിൻ്റെ ഡാമേജിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി സോൺ പതുക്കെ വരുവാണെങ്കിൽ. അപ്പോൾ കേരള ടീം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. കേരള ടീം ഒരു കോണിക്കൂടെ ജാഗോപ്പി, ലിക്വിഡ്, സിനിസ്റ്ററോ എല്ലാം ഓപ്പണിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വെല്ലുവിളികളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാണിച്ചു അൻവി ഞാൻ എത്ര പ്രാവശ്യം ടോക്സിക് നേഷനെ കാണിക്കണോടാ? ടോക്സിക് നേഷനിലെ ഇൻസൈൻ അവിടെ എഫ് പി പിയിലൊക്കെ ഓടുന്നുണ്ട്. ഇൻസൈൻ, ടോക്സിക് നേഷൻ, റേത്ത് ആൻഡ് വിസാഡ് എല്ലാം അവിടെ ഓടി നടക്കുന്നുള്ളൂ. സെലോട്ട് എല്ലാം അവിടെ ഓടി നടക്കുന്നുണ്ട്. ടോക്സിക് നേഷനിൽ ഇൻസൈനിൽ അവിടെ മെമ്പർ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ? FPPയിൽ വണ്ടി ഓടിക്കുന്ന കണ്ടോ? അപ്പോൾ എയിലെ സൂര്യ അവിടെ വണ്ടിയിൽ നിന്ന് വീണതായിരുന്നു. അവൻ ഫിനിഷ് ആയിട്ടുണ്ട്. സൂര്യയ്ക്ക് മെമ്പേഴ്സിന് അവിടെ ഒരു മെമ്പറിനെ കൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ടോക്സിക് നേഷൻ ഇൻസൈൻ അവിടെ വണ്ടി FPP മോഡിൽ ഓടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. മാക്സിമം വണ്ടിയൊക്കെ കഷ്ടപ്പെട്ട് വളയ്ക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. ബാക്കി TXN മെമ്പേഴ്സ് എല്ലാം അവിടെ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ FPP മാറ്റി അവിടെ TPPയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്ലൈൻഡ് ഡൂഡി അവിടെ മൈറ്റി സ്പ്രേനെയും മൈറ്റി ബ്രിനോക്സ് അവിടെ ഡൂഡിനെയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ടീം ആൻഡ് LMXൻ്റെ ഫൈറ്റ് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. LMX ടീം പതുക്കെ സോണിലേക്ക് കയറുന്നു. ക്രേസി അവിടെ ക്രേസിനെ നോക്കാം. നമുക്ക് ക്രേസിനെ നോക്കുകയാണെങ്കിൽ എക്സലൻസി മെമ്പേഴ്സിനെ അവിടെ അടിക്കുന്നുണ്ടായിരുന്നു. ടീം ഹസീക്ക് അവിടെ റീപ്പർ എക്സലൻസിനെയും ഹസീക്കിനെ അവിടെ ബ്ലാക്ക് ഔട്ട് എക്സലൻസി ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സൽസിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഹസീക്ക് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഹസീക്ക് ഇപ്പോഴും അവിടെ സ്പ്രേ കൊടുക്കുമായിരുന്നു. പക്ഷേ ബ്ലൈൻഡ് 360P അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തു. ബ്ലൈൻഡ് ഡൂഡിയുടെ കില്ല് അവിടെ മൈറ്റി റൗഡി കൺഫേം ചെയ്തിട്ടുണ്ട്. LX ആനന്ദ് ബ്ലൈൻഡ് 360 നോക്കാം. ബ്ലൈൻഡ് 360 LXും തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ ബ്ലൈൻഡിലെ 360 അല്ലല്ലോ 3600ൻ്റെ കില്ല് അവിടെ കാണും. കേരള ജാഗോപ്പിനെ LMX ബെർലിൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMX ടീം ആൻഡ് കേരള തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. LMX മെമ്പേഴ്സ് ആൻഡ് കേരള തമ്മിലുള്ള കട്ട ഫയർ. ബീറൂസ് അവിടെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരള ടീമിൻ്റെ അടുത്തേക്ക്, കേരളയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കേരളയിലെ ഒരു മെമ്പറിനെ കൂടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കേരള മെമ്പേഴ്സ് തിരിച്ച് തന്നെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. സൈക്കോ ഓൾറെഡി ഓടി ചെല്ലുന്നത്. സൈക്കോ ഓൾറെഡി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ LMX ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തതായിട്ടാണ് കാണുന്നത്. LMXിലെ ബെർലിൻ എഡ്ഗർ ഇപ്പോഴും അവിടെ ദൂരെ നിന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ടീമിനെതിരെ കേരള സെനിസ്ട്രോ ലിക്വിഡ് എന്നിവർ അവിടെ നിൽക്കുന്നുള്ളൂ. കേരള ഹാസിം അവിടെ 2 കില്ല് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഹാസിം അവിടെ റിവൈവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലെയറിനെ. അപ്പോൾ തൊട്ടടുത്തത് കേരള എഡ്ഗർ വൈറ്റ് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. LMXൻ്റെ എഡ്ഗർ വൈറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു അൻവി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഹാവക് ടീം അവിടെ കയറി വരുന്നുണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ പാസ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഹാവക്കിലെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്യുമോ ഇവരെ എന്നറിയത്തില്ല. മൈറ്റി ടീമിൻ്റെ അടുത്തേക്കാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്തൂടെ പോകുന്നുണ്ട്. ഹാവക് ടീമിനെ ഇവർ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനൊന്നും ചാൻസ് ഇല്ല. ഹാവക് മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൈറ്റി മെമ്പേഴ്സ് തൊട്ടടുത്തൂടെ വന്നുകൊണ്ടിരിക്കുന്ന കേരള ടീമിൻ്റെ അടുത്ത് LMXിലെ എഡ്ഗർ വൈറ്റ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ള എഡ്ഗർ വൈറ്റ് അവിടെ നിന്ന് സ്പ്രേ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കേരള ടീമിനെയും കൊണ്ടേ പോകുക എന്നുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കേരള ടീം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നു. വാർഗോഡ് മറവൻ NOT ഈസോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT ഈസോ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ NOT മെമ്പേഴ്സ് എക്സലൻസി അവിടെ മൈറ്റി റൗഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സലൻസി പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് മൈറ്റി റൗഡി അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. മൈറ്റി റൗഡിയുടെ അടുത്തേക്ക് പോകാം. എക്സലൻസി ജോക്കർ ഓപ്പി ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. മൈറ്റി റൗഡിയെ ഡൗൺ ചെയ്തതിന് ശേഷം എക്സലൻസി അൽപ്രോ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. മൈറ്റി പ്ലൂർ ഓടി വരുന്നുണ്ട്. സ്പൈറ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്ന എക്സലൻസി പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവർക്കും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിക്കുകയും താങ്ക് യു അൻവി. അപ്പം അൻവി അവിടെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല, പക്ഷേ എന്താണ് റിജിലേക്ക് അവിടെ എറിയുന്നതെന്ന് അറിയത്തില്ല. എക്സലൻസി അൽപ്രോ മൂവാണ്. അപ്പോൾ എൻ്റെ മൈറ്റി പ്ലൂറിനെ അവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ റൗഡിനെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റൗഡി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ LXL ടീം മെമ്പേഴ്സിനെ അവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എക്സലൻസി പ്ലേയേഴ്സ് അവിടെ നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രോ മോഡക്സ് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. മോഡക്സിലെ പ്ലേയേഴ്സിനെ കാണിക്കാം നമുക്ക്. മോഡക്സിലെ പ്ലേയേഴ്സ് ഡാഷസ് ടീം BIA, മോഡക്സിലെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ മോഡക്സിലെ നമ്മുടെ കൊമ്പൻ ആൻഡ് നീക്കോ വൈറ്റി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഷ ആൻഡ് മോഡക്സ് വൈറ്റി മാത്രമേ ഉള്ളൂ. ഡോട്ട് വൈറ്റി ആൻഡ് ലിൻഷ എന്നിവരാണ് മോഡക്സിന് വേണ്ടി ബാലൻസ് ഉള്ളത്. അപ്പോൾ LXL മേനിയാക് ഹാവക് കേരള ഗോഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വൂൾഫി ആഷസിനെ ടീം SBA ഡൗൺ ചെയ്തിട്ടുണ്ട്. ടീം SBA ആയിട്ടുള്ള ഫൈറ്റ് നമ്മുടെ ആഷസ് ടീമിലെ മെമ്പേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീം SBAയിലെ ഡ്യൂഡ് ഓൾറെഡി ഒരു പ്ലെയറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡ്യൂഡ് അവിടെ ദൂരെ നിന്ന് വൂൾഫ് ആഷസിനെ അവിടെ ഡൗൺ ചെയ്തു. BHWക്കുള്ള പാബ്ലോ ഒക്കെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ SBA ഡ്യൂഡ് എപ്പോഴും അവിടെ നിന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. സ്പെക് മോഡക്സ് എന്ന് പറയുന്നുണ്ട്. മോഡക്സ് ഈവിൾ വൈറ്റി വെൽക്കം ടു സ്ട്രീം. മോഡക്സ് ഈവിളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ മോഡക്സിലെ പ്ലേയേഴ്സിനായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഡിലേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പതുക്കെ കാണത്തുള്ളൂ. അപ്പോൾ പാബ്ലോ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആഷസിനെ റിവൈവ് ചെയ്യാനായിട്ട്. പാബ്ലോനെ എസ്കോട്ട് ചെയ്ത് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടിക്കൊക്കെ അവിടെ നല്ല ഡാമേജ് ആയിരുന്നു. ദൂരെ നിന്ന് SBA ഡ്യൂഡ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കയറി ചെന്ന് ഫയർ എടുക്കാനുള്ള ശ്രമത്തിലാണ്. SBA മെമ്പേഴ്സ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നോക്ക് അവിടെ കൺഫേം ആയിട്ടുണ്ട്. നോക്ക് അവിടെ ഓക്കെ, നോക്ക് മാറി നമ്മുടെ പാബ്ലോ അവിടെ വൂൾഫി ആഷസിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. SBA ഡ്യൂഡ് രണ്ടും കൽപ്പിച്ച് അവിടെ കയറി ചെല്ലുന്നുണ്ട്. SBA ഡ്യൂഡ് അവിടെ നേരെ പാബ്ലോയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. സ്മോക്കൊക്കെ ഇട്ട് വെച്ചേക്കാണ് അവർ. പാബ്ലോനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കും. പാബ്ലോയ്ക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വൂൾഫി ആഷസ് അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോഴുണ്ട്. BHWക്ക് പാബ്ലോയ്ക്ക് അവിടെ നല്ല ഡാമേജാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ വൂൾഫി ആഷസ് ഇപ്പോഴും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആഷസിനെ നോക്കാം. വൂൾഫി ആഷസ് അവിടെ നല്ല കവറി കയറിയിട്ടുണ്ട്. അപ്പം BHWക്ക് പാബ്ലോ അവിടെ നല്ലൊരു കവറി കയറിയിട്ടുണ്ട്. നമ്മുടെ ദൈവം ആഷസിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ദൈവത്തിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്. ദൈവം അവിടെ BHWക്ക് പാബ്ലോ അവിടെ തിരിച്ച് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡാമേജ് SBA ടീം മെമ്പേഴ്സ് കട്ടയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. ദൈവം ആഷസിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. ടീം SBA ടീമിന്റെ OMRനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. SBA AKMനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വൂൾഫി ആഷസ് വേറെ കോണിക്കൂടെ ചെന്നുന്നത്. BHWക്ക് പാബ്ലോയ്ക്ക് അവിടെ ദൂരെ നിന്ന് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും പാബ്ലോ അവിടെ കവറി കയറിയിട്ടുണ്ട്. വൂൾഫി ആഷസ് പതുക്കെ SBA OMRന്റെ അടുത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ LMXലെ എഡ്ഗർ വൈറ്റ് ഹാവക് കേരള ആക്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMX പ്ലേയേഴ്സ് ആൻഡ് ഹാവക് തമ്മിലുള്ള ഫൈറ്റ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. LMXലെ എഡ്ഗർ വൈറ്റ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹാവക്കിലെ ഒരു മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്തേ ഉള്ളൂ. ഹാവക് കേരള കിങ് ആണോ കേരള ഗോഡാണ്? ഓക്കെ, കേരള ഗോഡ് ആൻഡ് കേരള കിങ് രണ്ടുപേരും. വൂൾഫി ആഷസ് SBA OMRനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SBA OMR അവിടെ ഡൗൺ ആകുമ്പോൾ എന്താണ് സംഭവം നോക്കാം നമുക്ക്. SB വീണ്ടും തിരിച്ചു പോയ BHWക്ക് പാബ്ലോ അവിടെ നിൽക്കുന്നു. വൂൾഫി ആഷസ് SBA OMRന്റെ കില്ല് അവിടെ കണ്ടത്. LXലേക്ക് ക്രേറ്റോസ് SBA SOSനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫൈറ്റിംഗ് അവിടെ തുടരുന്നേ ഉള്ളൂ. SBA ഡ്യൂഡ് ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഡ്യൂഡ് ആൻഡ് LX പ്ലേയേഴ്സ് തേർഡ് പാർട്ടി അടിക്കാൻ പോയ SBA ടീമിനെ അവിടെ കട്ടപ്പണി കിട്ടിയിരിക്കുകയാണ്. LXലെ ടീം മെമ്പേഴ്സ് വന്നിട്ട് അവിടെ നിന്ന് പുറകിൽ നിന്ന് തീർത്തിരിക്കുകയാണ്. LXലെ പ്ലേയേഴ്സ് SBA ടീമിനെ അവിടെ കട്ടയ്ക്ക് തീർത്തപ്പോൾ ഇൻടാക്റ്റിലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് ടീം നമ്പർ BIA വന്നിട്ടുണ്ട്. BIA ടീമുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. BIA ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മോഡ് എറീസ് നൂബ് ആൻഡ് BIA സിബിനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇൻടാക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഏത് ടീമാണ് കയറി വന്നേക്കുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, ഇൻടാക്റ്റിലെ പ്ലേയേഴ്സ് തന്നെയായിരുന്നു. വൂൾഫി ആഷസ് ടോക്സിക് നേഷൻ വിസാഡ് അവിടെ അടിക്കുന്നുണ്ട്. TXN വിസാഡ് അവിടെ അയ്യോ അൻവി എന്നെ തല്ലി പഞ്ഞിക്കിടുപ്പോൾ. TXന്റെ ഫൈറ്റ് എടുത്തില്ലെങ്കിൽ വിസാഡ് അവിടെ ഓൾറെഡി ഒരു പ്ലെയറിനെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. വിസാഡ് അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. മാറേ വിസാഡിനെ ദൂരെ നിന്ന് നോക്കാം. വിസാഡ് അവിടെ ടോക്സിക് നേഷനിലെ പിള്ളേർ അവിടെ കയറുന്നത് നോക്കാം. അപ്പോൾ ടോക്സിക് നേഷനിലെ പിള്ളേർ അവിടെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം കണ്ടില്ലല്ലോ അവിടെ ബാക്കി എന്ത്. ഓക്കെ, STWയിലെ ഒരു പ്ലെയറിനെ ആയിരുന്നു മാഡോപ്പിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാഗ്മ അവിടെ വളരെയധികം ദൂരത്തിലാണ്. ടീം ടോക്സിക് നേഷനിലെ പിള്ളേർ അവിടെ പതുക്കെ സോണിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈറ്റി ടീമിനെ അവിടെ കാണാൻ സാധ്യതയുണ്ട്. മൈറ്റി ടീമിൻ്റെ അടുത്തേക്ക് പതുക്കെ പോകണം. STWയിലെ മാഡോപ്പി അവിടെ ബ്ലീഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ടോക്സിക് നേഷനിലെ പ്ലേയേഴ്സ് അവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. മൈറ്റി പ്ലൂറൊക്കെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്പണിൽ കൂടെ ഓടുന്നേ ഉള്ളൂ. ദൂരെ നിന്നുള്ള ഫയറിംഗ് ഒക്കെ കണ്ടതിന് ശേഷം പതുക്കെ ഓപ്പണിലൂടെ ഓടിക്കൊണ്ട് കേരള ഗോഡ് LMXലെ എഡ്ഗർ വൈറ്റിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
താങ്ക് യു എൻവി, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് ഫയർ തന്നെ എടുത്തുകൊണ്ട് ടോക്സിക് നേഷൻ വിസാഡ് അവിടെ ഇപ്പോഴും സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞിട്ട് മൈറ്റിൽ ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ആയിട്ടുണ്ട്. മൈറ്റ് ടോക്സിക് നേഷൻ വിസാഡ് അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വിസാഡ് അവിടെ ഇപ്പോഴും ഫയറിംഗ് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ദൂരെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ മൈറ്റി ടീമിൻ്റെ അടുത്ത് തന്നെ ചെല്ലാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അവർ കവറിലെത്തിയതിന് ശേഷം ഫൈറ്റ് എടുക്കാമെന്നുള്ള കരുതിയായിരുന്നു തോന്നിയിരിക്കുന്നത്. അപ്പോൾ മൈറ്റി വിസാഡിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ടോക്സിക് നേഷൻ റേത്തൊക്കെ അവിടെ ഓട്ടുവാണ്. പക്ഷേ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഷാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈറ്റി മെമ്പേഴ്സിനെ. ആരും ഇല്ലടേ ചാറ്റിൽ, ആകെ 9 പേര് വാച്ചിങ്, പക്ഷെ ആരും ചാറ്റിങ് കാണുന്നില്ല അല്ലേ? അതാണ് സ്ഥിതിഗതികൾ. അപ്പം ലെവലിലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ലെവൽ കാർണേജ്, ലെവൽ ഡി മേനിയാക്സ്, അതേമാതിരി തന്നെ റിച്ചു, ആകാശ് എന്നീ ലെവൽ ടീമിന് വേണ്ടി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കേരള ടീമിനെ തൊട്ട് മേളിൽ തന്നെ കാണാനുണ്ട്. കേരള സിനിസ്ട്രോ ഒക്കെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കേരള സിനിസ്ട്രോനെ നോക്കാം. കേരള സിനിസ്ട്രോൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവർ തികച്ചും അവെയറെല്ലാം തോന്നുന്നു. അപ്പോൾ നൈറ്റ് ബോട്ടും അൻവിയും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ചാറ്റിൽ. മോഡിൻ്റെ ഈവിൾ വൈറ്റ് വന്നായിരുന്നു, അവനെയും പറഞ്ഞു വിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പാവം അൻവി പറഞ്ഞു വിട്ടായിരുന്നു. എന്താ അൻവി ഇത്? അപ്പോൾ എക്സ്കൽസിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ മൈനറി റീജിയനിൽ എത്തിയിട്ടുണ്ട്. എയിലെ ഖസിക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽപ്പുണ്ട്. ബാക്കി ടീമുകളെല്ലാം സോണിലെത്തിയപ്പോൾ സോൺ ഇനിയും ചുരുങ്ങുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയാം. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഇങ്ങോട്ട് നീങ്ങണം എന്നുള്ളതറിയാം. അപ്പോൾ സോൺ അവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹോട്ട് സ്പ്രിങ്ങിലെ ഏരിയയിലേക്ക് കേന്ദ്രീകരിച്ച് വോൾനോവ ഹോട്ട് സ്പ്രിംഗ് മൈനറി കേന്ദ്രീകരിച്ച് സോൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ LX ടീം, BSW കിറ്റ്, നമ്മുടെ ആഷസ് ടീം, ഹാവക് ടീം എല്ലാവർക്കും അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാവക്കിലെ മെമ്പേഴ്സ് കയറി ചെന്നേക്കുന്നത് നമ്മുടെ ആഷസ് ടീമിൻ്റെ അടുത്തേക്കാണ്. ആഷസ് ടീമിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ ഹീലൊക്കെ ചെയ്യുകയാണ്. വൂൾഫി ആഷസിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വൂൾഫി ആഷസ് അവിടെ ഒരു ചെറിയൊരു കവറിൽ നിൽക്കുകയാണ്. മതിലൊന്നും ലോഡാവുന്നില്ലേ? ഹാവക് മെമ്പേഴ്സ് എന്തായാലും കറക്റ്റായിട്ട് തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് നോക്കുക. ഹാവക്, കേരള കിങ് ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. വൂൾഫി ആഷസ് വളരെ ദൂരെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇവരുടെ മൂവ്മെൻറ്റ്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള കിങ്ങിനെയൊക്കെ സ്പോട്ട് ചെയ്ത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ LXലെ മെമ്പേഴ്സ് അവിടെ കയറി. BSWക്ക് പാബ്ലോ അവിടെ ഹാവക്കിലെ കേരള കിങ്ങിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തോണ്ട് LX ടീം മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. LX ടീം മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. LX ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത്. LXലെ വീക്കൊക്കെ അവിടെ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ട്. വീക്ക് ആൻഡ് ആനന്ദ് രണ്ടുപേരും അവിടെ ഡൗൺ ആണ്. അവർ രണ്ടുപേരുടെയും വണ്ടി പൊട്ടിച്ചിട്ട് അവിടെ ഡൗൺ ഉണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ രണ്ടുപേരും അവിടെ ഡൗൺ ആയത്. ഹാവക് XLR8 അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കേരള കിങ് അവിടെ ഡൗൺ ആയിരുന്നു. കേരള ഗോഡ് അവിടെ ഡൗൺ ആണ്. ഹാവക് XLR8 മാത്രം ശേഷിക്കുന്നു. അവിടെ എന്തായാലും റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. സോണിൻ്റെ ഡാമേജ് ഇനി അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ കേരള കിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആവും. തൊട്ട് ബാക്കിൽ LXലെ ക്രേറ്റോസ് അവിടെ എത്തി ഫയർ കൊടുക്കുന്നുണ്ട്. LX ക്രേറ്റോസ് അവിടെ മനോഹരമായിട്ട് തന്നെ സ്പ്രേ കൊടുക്കുന്നുണ്ട്. ക്രേറ്റോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LXലെ വിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. ക്രേറ്റോസിനെ റിവൈവ് ചെയ്യാനായിട്ട്. ക്രേറ്റോസ് അവിടെ റിവൈവ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുന്ന് മോളിയും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ടായിരുന്നു. LXലെ വിക്കിൻ്റെ മനോഹരമായ മോളിയും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ മോളി എന്നിട്ട് എന്തോ ആയോ എന്നറിയത്തില്ല. അപ്പോൾ ഹാവക്കിലെ സ്മോക്ക് കാരണം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹാവക്കിലെ മെമ്പേഴ്സ് എല്ലാം റിവൈവ് ആകുക തന്നെ ചെയ്തു. നമ്മുടെ ആഷസ് മെമ്പേഴ്സ് അവിടെ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്. ആഷസ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ സോണിലേക്ക് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. LXലെ 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അവർക്ക് ഖേദമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ വണ്ടി പൊട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. LX മേനിയാക്ക് അവിടെ ഒരു മെമ്പറിനെ കൂടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LX മേനിയാക്ക് ദൂരെ നിന്ന് മനോഹരമായ സ്പ്രൈയിൽ അവിടെ ഹാവക്കിൽ ഒരു മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സൈക്കോ താൻ ആരുവാ ഏതാ സൈക്കോ മോഡക്സ് പിന്നല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കി മെമ്പേഴ്സിനൊക്കെ നോക്കാം. എല്ലാ മെമ്പേഴ്സും അവിടെ സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻടാക്ട് ടീം മെമ്പേഴ്സ് അവിടെ സോണിലെത്തി. ടീം എയിൽ മൈറ്റി ബിൻറോക്സ്, മൈറ്റി ടീമിൻ്റെ ബിൻറോക്സ് അവിടെ ഒരു പ്ലെയറിനെ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ടീം നമ്പർ SQW ടീമിലെ 2 മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ IB ടീമിൻ്റെ ഒരു മെമ്പറിനെയാണെന്ന് തോന്നുന്നു അവിടെ ഡൗൺ ചെയ്തില്ല. ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് മോഡക്സിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇൻടാക്ട് ആൻഡ് മോഡക്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നത്. മോഡക്സിലെ ഡോട്ട് വൈറ്റ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഡോട്ട് വൈറ്റ് ഒരു അത്യാവശ്യം നല്ലൊരു കവറിൽ ഇരിക്കുകയാണ് തൊട്ടടുത്തായിട്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇൻടാക്ട് നമ്മുടെ മോഡക്സിലെ ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരാണ്? ലിൻഷാനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ തൊട്ടടുത്ത് നോക്കുകയാണ് ലെവൽ ടീമിനെയാണ് വളരെയധികം ദൂരെ കാണാൻ സാധിക്കുന്നത്. പ്ലേ സോണിൽ പെട്ട് ഹാവക് ടീമിൻ്റെ കേരള ഡൗൺ ആയിട്ടുണ്ട്. ലെവലിലെ റിച്ച് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ കേരള ഹാസിനെയും നമ്മുടെ ഇൻടാക്റ്റിലെ ബാക്കി മെമ്പേഴ്സിനെയും കാണിക്കുന്നത് ശ്യാം ഈവിൾ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാവക്കിലെ കേരള ഗോഡ് അവിടെ ഫിനിഷ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാവക്കിലെ XLR8 അവിടെ സോണിപ്പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. വാർഗോഡിലെ കിൽറായിട്ട് അവിടെ ഒരു വണ്ടിയൊക്കെ പൊട്ടിക്കുന്നതായിട്ട് ബണ്ണി SQWയിലെ ഒരു പ്ലെയറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വാർഗോഡ് ലെവൻഡറിനെ അവിടെ ആരോ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡിലെ ടീമിലെ ലെവൻഡർ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സാംസൺ ഓൾറെഡി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പൊട്ടിച്ചതായിരുന്നു. എന്തായാലും ലെവൻഡർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എയിലെ ഖസിക്ക് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എയിലെ ഖസിക്ക് മെർമൻ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡ് ലെവൻഡറിൻ്റെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്.
ഖസിക്ക് അവിടെ തൊട്ടടുത്ത് നിന്ന് വരുന്നത്. വൂൾഫി ആഷസ് ഹാവക്ക് XLR റേറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വൂൾഫി ആഷസിന്റെ മനോഹരമായിട്ട് തന്നെയുള്ള പ്രകടനം ബൈനറി റീജിയനിൽ എത്തിയിട്ടുണ്ട്. BSWKനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. BSWKയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. BSWK അവിടെ പതുക്കെ വരുന്നുണ്ട്. BSWK പാബ്ലോ ഒക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത എക്സ്കൾസ് AP ക്രേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൽ ആഷിക്ക് അവിടെ ഓടി വരുന്നു. പാബ്ലോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. വൂൾഫി ആഷസ് ആഷിക്കിനെ സ്പോട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. ആഷിക്കിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഒരു സെക്കൻഡ് നേരത്തെ ആണെങ്കിൽ ഒരു പക്ഷേ വൂൾഫി ആഷസിന് സേവ് ചെയ്യായിരുന്നു. അപ്പോൾ ആഷസിന് അവിടെ ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരള കിങ്. അപ്പം BSWK പാബ്ലോ അവിടെ ഫിനിഷ് ആയപ്പോൾ വൂൾഫി ആഷസ് അവിടെ മനോഹരമായിട്ടുണ്ട്. കേരള ടീം മെമ്പേഴ്സ് അവിടെ കട്ട ഫൈറ്റിംഗ് ആണ്. കേരള ഖസിക്കിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കേരള ലിക്വിഡ് ഖസിക്ക് ഇപ്പോഴും അവിടെ നിന്ന് സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് ടീം മെമ്പേഴ്സ് ഉണ്ട്. വാർഗോഡ് കിൽറാറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കിൽറാറ്റിൻ്റെ തൊട്ടടുത്തേക്ക് അടുത്ത മെർമൻ കയറി വരുന്നുണ്ട്. മെർമനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താകും സംഭവം നിർത്തില്ല. മെർമൻ ഓപ്പണിൽ കൂടെ ഓടുന്നു. മെർമനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മെർമനെ കൂടെ ഫിനിഷ് ചെയ്ത് ഖസിക് തൻ്റെ കിൽ ഉയർത്തിയിരിക്കുകയാണ് 5 അപ്പം ലെ മെമ്പേഴ്സ് ഒറ്റയ്ക്കാണെങ്കിൽ തന്നെയും നല്ല ഒരു സ്ക്വാഡിനെ തന്നെ തീർക്കാനുള്ള കഴിവുള്ളവരാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് മെമ്പേഴ്സ്. TXനെ കാണിക്കാൻ TX വിസാഡൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. വിസാഡ് റേറ്റ് ഇൻസൈൻ എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവർ അത്യാവശ്യം ഒരു കവറിലാണ് നിൽക്കുന്നത്. ദൂരെ നിന്ന് ആരും വരുന്നതിനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. ഗ്രൗണ്ടിൽ തന്നെ എല്ലാ മെമ്പേഴ്സിനും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടോക്സിക് നേഷൻ നിൽക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടിൽ. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് മൈറ്റി ടീം ആൻഡ് IB ടീം വരാൻ ചാൻസ് ഉള്ളതല്ലാതെ ബാക്കിൽ നിന്ന് വേറെ ടീമുകളൊന്നും വരാനില്ല. അപ്പോൾ LX മേനിയാക്ക് ഇൻടാക്ക് മോൺസ്റ്ററിനെ വണ്ടി പൊട്ടിച്ച് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം BIനെ കാണാൻ സാധിക്കുന്നുണ്ട്. ലെവലിലെ പ്ലേയേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. IB ടീം മെമ്പേഴ്സ് പതുക്കെ ക്ലോസിൻ ആയിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് മേളിൽ വൂൾഫി ആഷസ് ഒക്കെ എപ്പോഴും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖസിക്കിനെ വൂൾഫി ആഷസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആഷസ് അവിടെ 6 കില്ലോട് കൂടി നിൽക്കുന്നു. പതുക്കെ നുഴഞ്ഞ് കയറിയിട്ടിരിക്കുകയാണ് ആഷസ്. അവിടെ ഹാവക്കിലെ കേരള കിങ് തൊട്ടടുത്തുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കേരള കിങ് എപ്പോൾ വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം. കേരള കിങ്ങിൻ്റെ അടുത്തേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് വണ്ടി എടുത്ത് മാറിയതായിരുന്നു. കേരള സെനിസ്ട്രോക്ക് അവിടെ വണ്ടി എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് ബാക്കിൽ നിന്ന് ഫൈറ്റ് കിട്ടുന്നു. കേരള സെനിസ്ട്രോക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെനിസ്ട്രോ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സെനിസ്ട്രോയുടെ അവിടെ LXലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു അടിച്ചുകൊണ്ടിരുന്നത്. സെനിസ്ട്രോ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സെനിസ്ട്രോ അവിടെ ലിക്വിഡ് ഹാസിം എന്നിവർക്കൊപ്പം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കേരളയിലെ ബാക്കി മെമ്പേഴ്സിനെ നോക്കാൻ ലെവൽ ടീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കൊണ്ടിരിക്കുകയാണ്. ലെവൽ മെമ്പേഴ്സ് അവിടെ പടക്കം പൊട്ടിയിട്ടുണ്ട്. പടക്കം പൊട്ടുന്ന മാതിരി പൊട്ടിയിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ലെവൽ റിച്ചുവിനെയൊക്കെ നോക്കാം. റിച്ചു ഒക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. LXലെ പ്ലേയേഴ്സ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ആരാണ് ഏരീസ് നൂബ് അതേമാതിരി BIA ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് മേളിൽ നിന്നുള്ള ലെവലിലെ പ്ലേയേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി. ഇൻസെക്റ്റ് ഉണ്ടോ DRK ആർമി? ഇല്ല ബ്രോ, ഇൻസെക്റ്റ് ഇല്ല. അപ്പം മോഡക്സിൻ്റെ അടുത്തേക്ക് ലെവലിലെ ബാക്കി പ്ലേയേഴ്സ് കയറിക്കൊണ്ടിരിക്കും. മോഡക്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. IB ടീമുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ LXലെ മെമ്പേഴ്സ് മോഡക്സ് ഡോട്ട് വൈറ്റി കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് വൈറ്റി അവിടെ ഫിനിഷ് ആകുമ്പോൾ LXലെ പ്ലേയേഴ്സ് അവിടെ മോഡക്സ് ടീമിനെ കൂടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. മോഡക്സ് ഈവിൾ വൈറ്റ് ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. കേരള ടീമിനെ ലെവലിലെ മെമ്പേഴ്സ് അടിക്കുന്നത്. ലെവൽ മെമ്പേഴ്സ് വേറെ ലെവലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ലിക്വിഡ് ആൻഡ് ഹാസിം അവിടെ ആണ്. കേരള സെനിസ്റ്റർ മാത്രം ശേഷിക്കുന്നു. വണ്ടിയോട് അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. കേരള സെനിസ്റ്റർ മാത്രം അവിടെ ശേഷിക്കുന്നു. കേരള ലിക്വിഡിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിക്വിഡിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വൂൾഫി ആഷസ് അവിടെ വീണ്ടും ഒരു ടീം മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസിലെ പ്ലേയേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൂൾഫി ആഷസ് ഏത് കീഴിലൊക്കെ എടുത്തിരിക്കുകയാണ്. കേരള ടീമിലെ മെമ്പേഴ്സ് 2 പേരും ഇപ്പോഴും ലൈവ് ആയിട്ടുള്ളൂ. കേരള സെനിസ്റ്റർ ഇപ്പോഴും അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിയൊക്കെ പൊട്ടിയതിന് ശേഷം നല്ലൊരു ഹാർഡ് കവർ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് കേരള ടീം. ഖാസിം ആൻഡ് ജാഗോപ്പിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരള സെനിസ്റ്റർക്ക് തൂരെ ഫൈറ്റ് വന്നിട്ടുണ്ട്. ലിക്വിഡ് വീണ്ടും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ലിക്വിഡിനെ വീണ്ടും അവിടെ റിവൈവ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. മൈറ്റി പ്രോസ് വൂൾഫി ആഷസിന്റെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കേരള സെനിസ്റ്റർക്ക് അവിടെ ഡാമേജ് കിട്ടുവാണെങ്കിൽ എന്താകും സ്ഥിതി എന്നറിയത്തില്ല. ലിക്വിഡിനെ രണ്ടാമത്തെ തവണയാണ് റിവൈവ് ചെയ്തിട്ടുണ്ട്. ലെവലിലെ പ്ലേയേഴ്സ് ഒരു ലെവലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. IB ടീം മൈറ്റി ബ്രനോക്സിനായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. IB മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. IB മെമ്പേഴ്സ് അവിടെ ദൂരെ നിന്നും അടുത്തുനിന്നും ഒക്കെ ഹെവി ഗെയിമറൊക്കെ അവിടെ നിന്ന് ഹെവി ആയിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് തൊട്ടടുത്തിട്ടുണ്ട്. ടോക്സിക് നേഷൻ റേറ്റ് ഒക്കെ അവിടെ തൊട്ടടുത്തുണ്ട്. അവരുമായിട്ടുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ IB ടീം മെമ്പേഴ്സ് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ടോക്സിക് നേഷൻ്റെ അടുത്തേക്ക് മൈറ്റി സ്പൈർ അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ LXലെ പ്ലേയേഴ്സ് കേരള പ്ലേയേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും അവിടെ ആണ്. അപ്പോൾ കേരള സെനിസ്റ്ററിനെ നോക്കാം. കേരള സെനിസ്റ്റർ അവിടെ മേളിൽ നിന്ന് ഫൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. കേരള സെനിസ്റ്റർ മൈറ്റി സ്പൈർ അവിടെ ഡൗൺ ആയിട്ട് തൊട്ട് ബാക്ക് കൂടെ ലെവലിലെ മെമ്പേഴ്സ് കട്ടയ്ക്ക് ഫയറിങ്. കേരള സെനിസ്റ്റർ അവിടെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. കേരള സെനിസ്റ്റർ അവിടെ 10 HP ശേഷിക്കുന്നു. അപ്പോൾ IB ടീം മെമ്പേഴ്സ് 5 ടീമുകളിലായിട്ട് 17 മെമ്പേഴ്സ് ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അപ്പം LXലെ ക്രേറ്റോസിനെ അവിടെ ഡൗൺ ചെയ്ത് ടോക്സിക് നേഷനിലെ പിള്ളേർ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. സോണിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ ഇനി വണ്ടി എടുത്ത് പോകുന്ന എന്തോരം ശരിയാണെന്ന് അറിയത്തില്ല. ദൂരെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. വണ്ടി മൊത്തം പൊട്ടാനുള്ള ചാൻസ് ഞാൻ അവിടെ കാണുന്നു. യെസ്,
ആ മണ്ടത്തരത്തിൽ വണ്ടി മൊത്തം പൊട്ടി ടോക്സിക് നേഷനിലെ പിള്ളേരെല്ലാം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഗായ്സ്, അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത ടോക്സിക് നേഷനിലെ പിള്ളേർ ഇപ്പോൾ അവിടെ തീർന്നിട്ടുണ്ട്. അപ്പം ലെവലിലെ പ്ലേയേഴ്സ് IB മെമ്പേഴ്സ് തമ്മിലുള്ള IBയിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. IBയിലെ ഹെവി ആയിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ലെവലിലെ പ്ലേയേഴ്സ് മോശമല്ല, ലെവലിൽ ഒട്ടും മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. LXലെ പ്ലേയേഴ്സിനെ തൊട്ടടുത്ത് കാണാം. ലെവലിലെ അത് കാർണേജ് ഒക്കെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. കേരള സെനിസ്റ്റർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അത് സ്മോക്കിൻ്റെ വാളിൽ നിൽക്കുകയാണ്. കേരള LXലെ പ്ലേയേഴ്സിനെ അവിടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു സ്മോക്ക് കൂടി ഇടാനുള്ള ശ്രമത്തിലായിരിക്കും. എന്തായാലും കേരള സെനിസ്റ്റർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ലെവൽ റിച്ചു അവിടെ വണ്ടി എടുത്ത് നേരെ LXൻ്റെ അടുത്ത് കയറി സ്ലാം ചെയ്തിട്ടുണ്ട്. LXുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിക്കൂടുക. LXലെ ആനന്ദിനെ നോക്കാം. LXലെ ആനന്ദ് അവിടെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. ആനന്ദുമായിട്ടുള്ള ഒരു ഫയർ എപ്പോഴും നടക്കാം. അപ്പോൾ IB ടീം മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ കൂടെ കയറി വരുന്നുണ്ട്. ലെവലിൽ റിച്ചുവിൻ്റെ അടുത്തേക്ക് നോക്കാം. റിച്ചിൻ്റെ അടുത്താണ് നിൽക്കുകയാണെങ്കിൽ കേരള സെനിസ്ട്രോനെ അവിടെ സ്പോട്ട് ചെയ്ത് ലെവലിലെ കാർണേജ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റിച്ചു ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. മേളിൽ കയറി ചെല്ലുമോ എന്നുള്ള അറിയത്തില്ല. റിച്ചു അവിടെ മേളിൽ കയറി ചെല്ലുന്നുണ്ട് LXലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തൊട്ട് ബാക്കിൽ നിന്ന് IB ടീമിൻ്റെ ഫയർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെവലിലെ പ്ലേയേഴ്സ് ഓരോന്നോരോന്നായിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേടുകളും കാര്യങ്ങളും ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവൽ റിച്ചു ആൻഡ് ആനന്ദ് തമ്മിലുള്ള ഫയർ നടക്കുന്നുണ്ട്. മേനിയാക്കിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. റിച്ചുവിനെ അവിടെ മേനിയാക്ക ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. റിച്ചു അവിടെ പക്ഷേ ഡൗൺ ആയിട്ടുണ്ട്. ലെവൽ ടീം മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാർണേജ് അവിടെ എത്തിയിട്ടുണ്ട്. കാർണേജുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കാർണേജ് അവിടെ കട്ട ഫയറിങ്. ലെവലിൽ ആകാശ് അവിടെ ഡൗൺ ആയി. റിച്ചു അവിടെ ഡൗൺ ആയില്ല. LXൽ വിക്ക് തൊട്ട് ബാക്കിൽ നിന്ന് മനോഹരമായ കവറിംഗ് ആണ് കൊടുത്തത്. അപ്പോൾ ലെവലിലെ ഡീമൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. റിച്ചുവിനെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കാർണേജ് ഒക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. IB മെമ്പേഴ്സ് LX വിക്കിൻ്റെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. IBയിലെ ക്ലോ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്ലോ പതുക്കെ LX വിക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LX വിക്കിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ LX മേനിയാക്ക് അവിടെ ലെവൽ റിച്ചുവിൻ്റെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. LXലെ പ്ലേയേഴ്സ് ഓരോന്നോരോന്നായിട്ട് ലെവലിലെ പ്ലേയേഴ്സിനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലെവൽ പ്ലേയേഴ്സുമായിട്ടുള്ള ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. LX മേനിയാക്ക് അവിടെ ഇപ്പോഴും നേടിയിൽ നിന്ന് ഫയറിംഗ് ആണ്. മേനിയാക്ക് ഒരു രക്ഷയില്ല. മേനിയാക്ക് ഫുൾ ഓൺ ഫയറിംഗ്. IBയിലെ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. LXലെ ആനന്ദ് അവിടെ കയറി നമ്മുടെ ബാക്കി ലെവലിലെ പ്ലേയേഴ്സിനെ ഫിനിഷ് ചെയ്ത് ഇപ്പോൾ ലെവലിലെ പ്ലേയേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ട് LX മേനിയാക്ക് അവിടെ LX വിക്കിൻ്റെ അടുത്ത് ബാക്കി കൂടെ ഫയർ വരുന്നു. IB മെമ്പേഴ്സ് അവിടെ മനോഹരമായി സ്പ്രേ ചെയ്യുന്നു. 2 ടീമുകൾ മാത്രം ശേഷിക്കുന്നു. LX ടീം ആൻഡ് IB ടീം മാത്രം ശേഷിക്കുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ IB ക്ലോ അവിടെ LXലെ മേനിയാക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LXലെ ആനന്ദ് അവിടെ ഡൗൺ ആണ്. LXലെ വിക്ക് മാത്രം ശേഷിക്കുന്നു. വിക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ക്ലോയുടെ അടുത്തേക്ക് ക്ലോ അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. ക്ലോനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിക്ക് അവിടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. വിക്ക് ആൻഡ് ക്ലോ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും. ക്ലോ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഹെവി ഗെയിമറിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഹെവി ഗെയിമർ ആൻഡ് ക്ലൗഡ് അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ക്ലൗഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ സിക്കാരിയോ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. സിക്കാരിയോനെ നോക്കാം നമുക്ക്. ജസ്റ്റ് സിക്കാരിയോ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LXലെ വീക്കിനെ ബാക്കി LXലെ 2 പ്ലേയേഴ്സ് അവിടെ ഡൗൺ ആണ്. അപ്പോൾ മോഡക്സ് ഈവിൾ വൈറ്റി വിഷയം എന്ന് പറയുന്നുണ്ട്. അപ്പം LX വിക്ക് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. വിക്ക് അവിടെ പക്ഷേ മനോഹരമായിട്ട് തന്നെ ചെന്നിട്ടുണ്ട്. അവിടെ അവരുടെ അടുത്തെത്തി റിവൈവ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. LXലെ ആനന്ദ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് IBയിലെ ക്ലോ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 റിവൈവിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ LX വിക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LXലെ മേനിയാക്കിനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കണം. അപ്പം LX വിക്ക് അവിടെ ആനന്ദ് അവിടെ മേനിയാക്കിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിക്ക് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ. ഇപ്പോൾ സോണിൻ്റെ ഡാമേജ് അതിൻ്റെ ഇടയ്ക്ക് സോണും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മേളിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെവി ഗെയിമർ ആൻഡ് IB ക്ലോനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഹീലൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാൻഡേജ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. LX മേനിയ ആനന്ദ് എന്നിവർക്കെല്ലാം ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെ ആൾക്കാരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം പതുക്കെ IB ടീം മെമ്പേഴ്സ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. LXലെ 4v3 സിറ്റുവേഷൻ ഇപ്പോഴും നിൽക്കുന്നു. IBയിലെ മെമ്പേഴ്സ് ആരും തന്നെ ഡൗൺ ആയിരിക്കുന്നത്. LXലെ വീക്ക് എപ്പോഴും അവിടെ നിന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടയ്ക്ക് ഫയറിങ് അവിടെ നിന്ന് IB ക്ലോൻ്റെ ഒക്കെ കട്ട ഫയറിങ് വരുന്നുകൊണ്ടിരിക്കുന്നത്. IB ക്ലോനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ പക്ഷേ കൊടുത്തിട്ടില്ല. IB വീക്ക് LXലെ വീക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന. ഹെൽമെറ്റ് ഒക്കെ അവിടെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ IB ഹെവി ഗെയിമർ അവിടെ സ്മോക്കൊക്കെ ഇട്ട് കയറി വരാനുള്ള ശ്രമത്തിലാണ്. IB ക്ലോ ദൂരെ നിന്ന് IB സിക്കാരിയോ അവിടെ ഒരു വേറൊരു ഏരിയയിൽ നിന്ന് കയറി വരാനുള്ള ശ്രമത്തിലാണ്. ആനന്ദ് ഇപ്പോഴും അവിടെ നിന്ന് സ്പ്രേ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. IB ക്ലോനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമം. സോൺ പതുക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സോണിൻ്റെ ഡാമേജ് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ. സോണൊന്നും കാണുന്ന പോലില്ല. സോൺ വളരെ LXലെ ആനന്ദിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. LX മേനിയാക്കിൻ്റെ അടുത്തേക്ക് ഒരു
മോളി എത്തിയിരുന്നു. മോളി നല്ലൊരു ഡാമേജ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. LXൽ വീക്ക് അവിടെ മേളിൽ നിൽക്കുന്നേ ഉള്ളൂ. സ്മോക്ക് ഒക്കെ ഇട്ടതിന് ശേഷം പതുക്കെ മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമത്തിലാണ്. LXൽ ആനന്ദിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്യുമെന്ന് തോന്നുന്നു. വീണ്ടും മോളികളുടെ ഒരു ഉപകാരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. LXൽ വീക്ക് അവിടെ സ്മോക്ക് വാളൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വീക്ക് അവിടെ ചാടുന്നുണ്ട്. വീക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. മേനിയാക്കിന് അവിടെ സോണിൻ്റെ ഡാമേജ് പതുക്കെ കിട്ടും. മേനിയാക്ക് അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. മേനിയാക്ക് ആനന്ദിനെ അവിടെ രക്ഷിക്കാൻ സാധിക്കുമോ? പക്ഷേ ആനന്ദ് അവിടെ ബ്ലീഡ് ഔട്ട് ആണ്. LXലെ മേനിയാക്ക് അവിടെ സോൺ ഔട്ട് ഉണ്ട്. സോൺ ഔട്ടിൽ തന്നെ IB ടീം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ IB ടീം അല്ല, ഇന്ത്യൻ ബ്രോസ്. ഓക്കെ ബ്രോ, നമുക്ക് ഇത് പരിചിതമല്ലാത്ത ടീമുകളായിരുന്നു. അപ്പോൾ നമ്മൾ IB എന്ന് പറയാം. നാളെ മുതൽ ഇനി ഇന്ത്യൻ ബ്രോസ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സ്വന്തം ബ്രോസ് അവിടെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയേക്കുന്ന IB ടീം മനോഹരമായിട്ട് തന്നെ കളിച്ച് 4-3, 7-3, 10 കില്ലോടുകൂടി ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം LXലെ മെമ്പേഴ്സ് അവിടെ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. അപ്പം അതും 10 കില്ലോടുകൂടി തന്നെയാണ്. ലെവലിലെ മെമ്പേഴ്സ് അവിടെ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അത് 5 കില്ലോടുകൂടിയാണ്. കേരള ടീം അവിടെ 5 കില്ലോടുകൂടി 4ാം സ്ഥാനത്തും. ടോക്സിക് നേഷൻ അവിടെ 1 കില്ലോടുകൂടി 5ാം സ്ഥാനത്തും. മൈറ്റി മെമ്പേഴ്സ് അവിടെ 5 കില്ലോടുകൂടി 6ാം സ്ഥാനത്തും. ഹാവക് മെമ്പേഴ്സ് 7ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ 8ാം സ്ഥാനത്ത് ആഷസ് ടീം ഫിനിഷ് ആയപ്പോൾ മോഡെക്സ് 9ാം സ്ഥാനത്തും BIA 10ാം സ്ഥാനത്തും AE മെമ്പേഴ്സ് 11ാം സ്ഥാനത്തുമാണ് ഫിനിഷ് അയക്കുന്നത്. നമ്മുടെ ഇൻടാക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ 12ാം സ്ഥാനത്ത് ഫിനിഷ് ആയപ്പോൾ വാർഗോഡ് ടീം 13ാം സ്ഥാനത്തും എക്സ്കൾസ് 14ാം സ്ഥാനത്തും ആൻഡ് SQW ടീം 15ാം സ്ഥാനത്തും ഫിനിഷ് അയക്കുന്നത്. അപ്പോൾ 16ാം സ്ഥാനത്ത് ഫിനിഷ് അയക്കുന്നത് നമ്മുടെ LMX ടീമാണ്. SBI ടീം 17ാം സ്ഥാനത്തും. 18ാം സ്ഥാനത്ത് നമ്മുടെ എക്സലൻസി ടീം NOT ടീം 19ാം സ്ഥാനത്തുമാണ് ഫിനിഷ് അയക്കുന്നത്. ബ്ലൈൻഡ് മെമ്പേഴ്സ് അവിടെ 20ാം സ്ഥാനത്ത് ഫിനിഷ് ആയപ്പോൾ വാർഗോഡ് അവിടെ 21ാം സ്ഥാനത്താണ് ഫിനിഷ് അയക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു വാർഗോഡ് എലൈറ്റ് വാർഫെയറിൻ്റെ റിസൾട്ട്സ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ